ഇന്ന് ജാർഖണ്ഡിലെയും ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശത്തിലേക്കാണ് ഇനി. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. ആകെയുള്ള 81 മണ്ഡലങ്ങളിൽ 43 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, എങ്ങനെയാണ്, ഏത് തരത്തിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിന് ഇത്തവണ പോളിംഗ് ശതമാനം ഏത് തരത്തിലേക്കാണ്? അനുജ, ജാർഖണ്ഡിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് അതിലൊരു കനത്ത പോളിംഗ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഒരു ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 64.86 പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഭേദപ്പെട്ട നില എന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. എന്തായാലും കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ അതിലൊരു നേരിയ മാറ്റം സംഭവിച്ചേക്കാം. എന്തായാലും 43 മണ്ഡലങ്ങളാണ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഈ കൂട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. സറൈക്കല്ലയിൽ JMM വിട്ട് BJPയിലെത്തിയ ചമ്പൈ സോറനും ഈ ആദ്യഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. അദ്ദേഹത്തെ BJPക്കൊപ്പം നിർത്താനായത് എന്തായാലും BJPയെ സംബന്ധിച്ച് ചില ഗോത്രവർഗ മേഖലകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം BJPക്കുമുണ്ട്. എന്തായാലും BJP ഈ ജാർഖണ്ഡ് തിരിച്ചു പിടിക്കുവാനുള്ള ഒരു തീവ്ര പരിശ്രമത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനോടകം തന്നെ നിരവധി റാലികളാണ് ജാർഖണ്ഡിൽ നടത്തിയത്. ഇന്നും അദ്ദേഹം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള റാലികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ പറഞ്ഞത് താൻ ഇനിയും ഇവിടേക്ക് വരും. അത് BJP നയിക്കുന്ന NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായിരിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടി പ്രധാനമന്ത്രി നടത്തുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതീക്ഷയും കൈവിടാതെയാണ് JMM ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി എന്ന മുന്നണി മുന്നോട്ട് പോകുന്നത്. അതിൽ കൽപ്പന സോറനും ഹേമന്ത് സോറനും ഒരുപോലെ ശക്തമായൊരു പ്രചാരണം സംസ്ഥാനം നടത്തുന്നു. അപ്പോഴും ചില വിമർശനങ്ങൾ ഉയരുന്നത് കോൺഗ്രസ് അത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമല്ല എന്നതൊരു വിമർശനം ഉയരുന്നു. കാരണം സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം താക്കൂർ പോലും ഈ സംസ്ഥാനം സന്ദർശിക്കുകയോ പ്രചരണത്തിൻ്റെ ഭാഗമാവുകയോ ചെയ്തിട്ടില്ല. ആ ഒരു വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്തായാലും ശക്തമായ ഒരു പ്രചരണം അത് മുന്നണികൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് പൂർത്തിയായത്. എന്നാൽ നല്ല ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്ന തരത്തിലേക്ക്, ഇതിനപ്പുറത്തേക്ക് മികച്ച പോളിംഗ് എന്ന് പറയാൻ കഴിയില്ല നിലവിലെ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ എന്നതാണ് ആർ അച്യുതൻ നൽകിയ വിവരം.